start. Okay, good morning everyone. So നമ്മുടെ സ്കീസോഫ്രീനിയ ക്ലാസ്സുകളൊക്കെ പല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പം എൻ്റെ മെയിനായിട്ട് സ്കീസോഫ്രീനിയ വന്നാൽ ചികിത്സിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇറങ്ങി അത് മാനേജ് ചെയ്യണമെങ്കിൽ പല തെറപ്പികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോറി, മാനേജ്മെന്റ് സ്പെല്ലിംഗ് ഒരു തെറ്റാണ്, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാർമക്കോ തെറപ്പിയും ബിഹേവിയർ തെറപ്പിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സ്കീസോഫ്രീനിയ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് ഫാർമക്കോ തെറപ്പി അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കൊടുക്കുക, ആന്റി സൈക്കോട്ടിക്സ് കൊടുക്കുക എന്നതാണ് ഒരു മെയിൻ തെറപ്പി എന്ന രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫാർമക്കോ തെറപ്പിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നോക്കുവാണെങ്കിൽ ഈ ക്ലോറോപ്രൊമാസൈൻ അതിന്റെ വേറൊരു പേരാണ് തൊറാക്സൈൻ. അപ്പം 1952 ഇതിന്റെ ഒരു എമർജൻസി അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻ ഈ മെഡിക്കേഷൻ കൊണ്ടുവരുന്നത് ഇൻട്രൊഡ്യൂസ് ആണ്. ആൻഡ് ഇത് സൈക്കാട്രിക് ഇൽനെസ്സിന് വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ട് നിന്നിരുന്ന ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ആണ് ക്ലോറോപ്രൊമാസൈൻ. അപ്പം ഇത് ഹാലൂസിനേഷനും ഡെലൂഷനും, അപ്പം സ്കിസോഫ്രീനിയയിലെ പോസിറ്റീവ് സിംറ്റംസ് ആയിട്ടുള്ള ഹാലൂസിനേഷനും ഡെലൂഷനിലൊക്കെയും അതോടൊപ്പം തന്നെ എക്സൈറ്റ്മെന്റിനൊക്കെയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിന്നിരുന്ന ഒരു മെഡിസിൻ ആണ്. പക്ഷേ നമുക്കറിയാം മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ചില സൈഡ് എഫക്ട്സും ചില മെഡിസിൻസ് വരുന്നുണ്ട്. അതുപോലെ ഇതിനും സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നത് പാർക്കിൻസൺസ് ആണ്. Okay. Antipsychotics diminish psychotic symptoms, expressions and reduce relapse rates. അപ്പം ഈ സൈക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ തന്നെയും സൈക്കോട്ടിക് സിംറ്റംസിനെ അതിന്റെ എക്സ്പ്രഷൻസിനെയും പിന്നെ റിലാപ്സ് റേറ്റിനെയൊക്കെയും തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് തരം ആന്റിസൈക്കോട്ടിക്സ് ആണ് എമർജൻസ് ആയിട്ട് വന്നത്. രണ്ട് ഗ്രൂപ്പാണ്. ഓൾഡർ ആയിട്ട് പറയുന്ന ആന്റിസൈക്കോട്ടിക്സിനെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് ഓർ ഡോപാമൈൻ റിസീപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്നാണ് പറയുന്നത്. ആദ്യം വന്ന ആന്റിസൈക്കോട്ടിക്സിനാണ് ഇങ്ങനെ നെയിം ചെയ്യുന്നത്. രണ്ടാമത് പുതിയതായിട്ട് ന്യൂവർ ഡ്രഗ്സിനെയാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് ഓർ സെറട്ടോണിൻ ഡോപാമിൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസെപൈൻ എന്ന് പറയുന്നത് first effective antipsychotic with a negligible extrapyramidal side effects was discovered in 1958 and was studied during the 1960s. അപ്പം ക്ലോസെപൈൻ എന്ന് പറയുന്ന ഈ ഒരു ആന്റിസൈക്കോട്ടിക് ആയിരുന്നു വളരെ എഫക്റ്റീവ് ആയിട്ട് നിലനിന്നതും അത് 1958 ഡിസ്കവേർഡ് ആയി. ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് 1960s നടത്തിയത്. പിന്നെ 1976 clozapine was associated with a substantial risk of agranulocytosis. Agranulocytosis ഈ ബ്ലഡിലുള്ള ഒരു കണ്ടന്റാണ്, ഒരു എലമെന്റ് ആണ്. അപ്പം അതിനൊരു റിസ്ക് ആയിട്ട് ഈ ഒരു മെഡിസിന് വന്നു. എന്ന് 1976. പിന്നെ 1990 clozapine finally became available in the United States, but its use was restricted to patients who responded poorly to other agents. അപ്പോൾ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സില് US ഇത് അവൈലബിൾ ആയി. പക്ഷെ മറ്റ് ഏജൻസുമായിട്ട് റെസ്പോണ്ട് ചെയ്തോടിരുന്ന പേഷ്യൻസിന് ഈ ഒരു മെഡിസിന് റെസ്ട്രിക്ട് ചെയ്ത് കൊടുത്തത്. ഇനി ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഏജൻസിലോട്ട് നമുക്ക് കടക്കാം. അതിൽ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ക്ലോപ്രൊമാസിൻ എന്ന ആ ഒരു ആന്റിസൈക്കോട്ടിക് ഒരു ഫസ്റ്റ് ന്യൂറോലെപ്റ്റിക് ടു ബി ഇൻട്രൊഡ്യൂസ് ഇൻ ടു ക്ലിനിക്കൽ പ്രാക്ടീസ്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ ആദ്യമായി കൊണ്ടുവന്നത് ക്ലോപ്രൊമാസിൻ ആണ്. ആൻഡ് ദിസ് ഡിസ്കവറി ഓഫ് ഇറ്റ്സ് ട്രാങ്കുലൈസിംഗ് എഫക്ട്സ് ഇൻ 1952 led to the development of the first generation of antipsychotic medications which constituted the primary pharmacological treatment of schizophrenia. അപ്പം ഇതിന്റെ ഒരു ട്രാങ്കുലൈസിങ് എഫക്റ്റ് 1952 ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അതിനെ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ആയിട്ട് നമ്മൾ നെയിം ചെയ്തു. ഇത് പ്രൈമറി ആയിട്ട് എന്താണ് സ്കീസോഫ്രീനിയയുടെ ചികിത്സയ്ക്കായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെഡിസിൻ ആണ്.
Medication have been very effective in establishing and maintaining remission of acute episodes of the illness, primarily by controlling positive symptoms. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് ഒക്കെ തന്നെയും പോസിറ്റീവ് സിംറ്റംസിനെയാണ് കൺട്രോൾ ചെയ്തത്. അത് എല്ലാവരും നോട്ട് ചെയ്യുക. പോസിറ്റീവ് സിംറ്റംസിനെയാണ് കൂടുതൽ കൺട്രോൾ ചെയ്തത് ഈ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് ഏജൻസ് ഒക്കെയാണ്. അപ്പം ഇതിന് റിമിഷൻ ഓഫ് അക്യൂട്ട് എപ്പിസോഡ്സ് ഓഫ് ദി ഇൽനെസ്സിനൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിച്ചു. They are relatively ineffective in treating the negative cognitive and mood symptoms domains of schizophrenia. So പോസിറ്റീവ് സിംറ്റംസിന് മാത്രമാണ് ഇത് കൺട്രോൾ ചെയ്തത്. നെഗറ്റീവ് സിംറ്റംസ്, കോഗ്നിറ്റീവ് സിംറ്റംസ് അല്ലെങ്കിൽ മൂഡ് സിംറ്റംസിനൊക്കെ തന്നെയും എന്താണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ മെഡിസിന് സാധിച്ചില്ല. ദെൻ ഫാർമക്കോതെറപ്പി പറയുമ്പോൾ നമുക്ക് മെഡിസിൻസിന്റെ നെയിം ഒക്കെ ഏകദേശം അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ആദ്യം തന്നെ ദ മെയിൻ വൺ ക്ലോപ്രൊമാസിൻ ഉണ്ട്. അതിന്റെ വേറൊരു നെയിമാണ് ടെറാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലുഫെൻസൈൻ ആൻഡ് ഡെക്കനോയിഡ്, ഹാലോപെരിഡോൾ, തിയോസിസൈൻ, ട്രൈഫ്ലൂ പാരസൈൻ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ തന്നെയും ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്കിന്റെ കീഴിൽ വരുന്നതാണ്. So this medication differ from one another in potency and side effect profile. They have similar overall efficacy and all cause significant EPS and tardive dyskinesia. അപ്പം ഇത് ഓരോന്നും തന്നെ അതിൻ്റെതായ ഒരു പൊട്ടൻസി, ഓരോന്നിനും ഓരോത്തിൻ്റെതായ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കെമിക്കൽസ് കാണുമല്ലോ. അപ്പം അതിനായിട്ട് വേറിട്ട് നിന്നു. അത് ട്രീറ്റ്മെന്റിന് അതിനനുസരിച്ച് അതിന്റെ എഫിക്കസി ഒക്കെ കൂടിയും കുറഞ്ഞും എന്ന രീതിയിൽ വരുന്നു. പിന്നെ ഈ ഒരു മെഡിസിൻസ് ഒക്കെ തന്നെയും സൈഡ് എഫക്ട്സിന് വളരെ കാരണമായിട്ടുണ്ട്. ലൈക്ക് EPS എന്ന് പറയുമ്പോൾ എക്സ്ട്രാ പിരമിഡൽ ആയിട്ടുള്ള സൈഡ് എഫക്ട്സിലും അതോടൊപ്പം തന്നെ ടാർഡീവ് ഡിസ്കിനേസിയയ്ക്ക് തന്നെയും വന്നിട്ടുണ്ട്. ടാർഡീവ് ഡിസ്കിനേസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസ് ഒക്കെ കോടിക്കുക നമ്മൾ പറയും. പിന്നെ എപ്പോഴും കണ്ണൊക്കെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുമ്പം ഇതിന്റെയൊക്കെ കൊണ്ട് ഈ ഒരു സൈക്കോട്ടിക്സിന്റെ ഒക്കെ കൊണ്ട് വരുന്ന സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെ അത് ഫേഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും സ്പീച്ചിലും അങ്ങനെയൊക്കെ തന്നെ കുറെ പ്രോബ്ലംസ് വരുന്നുണ്ടായിരുന്നു. അപ്പം EPS എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ഹാവ് എ പെർമിസീവ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ട്രീറ്റ്മെന്റ്, കോൺട്രിബ്യൂട്ടിംഗ് ടു ഡിസ്ഫോറിയ, പുവർ കംപ്ലൈൻസ്, worsening of negative symptoms, cognitive function, increased risk of tardive ഡിസ്കിനേഷ്യ. അപ്പം ഇതിന്റെ ഈ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് മീൻസ് അതിൻ്റെതായ ചില പ്രോബ്ലംസ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിബഡി? ഓക്കെ, ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ ഒരു എന്താ നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു രീതി അങ്ങനെയൊക്കെ തന്നെയും ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ വന്നു. പുവർ കംപ്ലൈൻസ് അതുമായിട്ട് യോജിച്ച് പോവാതെ പിന്നെ നെഗറ്റീവ് സിംറ്റംസിന്റെ ഒക്കെ ഒരു വേഴ്സണിങ് അവിടെ നടന്നു. കോഗ്നിറ്റീവ് ഫങ്ഷന്റെയും വളരെ വേഴ്സണിങ് നടന്നു. പിന്നെ ടാർഡിവ് ഡിസ്കിനേസിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ ഫേസ് കോടിക്കുക അല്ലെങ്കിൽ ഐസ് ബ്ലിങ്ക് ചെയ്യുക അങ്ങനെ ഒത്തിരി ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ചില ഇൻവോളണ്ടറി കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ ഒരു മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് ആയിട്ട് വന്നു. പ്രോപ്പർ യൂസ് ഓഫ് ലോവർ ഡോസസ് ഓഫ് ദീസ് ഏജൻസ് ക്യാൻ റെഡ്യൂസ് ദിസ് അഡ്വേഴ്സ് എഫക്ട്സ്. അപ്പം ഇതിന്റെ ഒക്കെ തന്നെ ലോവർ ഡോസ്, അപ്പം നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പം ആദ്യം ഹൈ റേറ്റിൽ അല്ലെങ്കിൽ ഒരു ചെറിയ 0.0 ഗ്രാമിലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്ത് പിന്നെ അതിന്റെ ഒരു ട്രാക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ രീതിയിൽ കൊടുക്കുവാണെങ്കിൽ തന്നെ ആ ഒരു വലിയ സൈഡ് എഫക്ട്സിൽ നിന്നൊക്കെയും മാറി നിൽക്കാം. EPS is constitute the major limitation of first generation antipsychotics. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ഈ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സും ടാർഡിവ് ഡിസ്കിനേസിയൊക്കെ വരുന്നത് കൊണ്ട് അതൊരു ലിമിറ്റേഷൻ ആയി തീരുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് അപ്പോൾ വരികയായിരുന്നു. ഓക്കെ, അപ്പം 5 atypical അല്ലെങ്കിൽ ഓർ നോവൽ ആന്റിസൈക്കോട്ടിക് ഏജൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് അപ്പം വരികയാണ്. ഇൻ ടു ക്ലിനിക്കൽ പ്രാക്ടീസ് ഇൻ ദ US ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ ഇൻട്രൊഡക്ഷൻ. അപ്പം US ആയിരുന്നു എന്ത് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് ഏജൻസ് വന്നത്. അതോടൊപ്പം തന്നെ US ഈ ഒരു ഫസ്റ്റിന്റെ സൈഡ് എഫക്ട്സും അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ട്
സെക്കൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇപ്പം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്ലോസെപ്പൈൻ, റെസ്പെറഡോൺ, അലാൻസെപ്പൈൻ, ക്വാറ്റിപ്പൈൻ, സെപ്രാസിഡോൺ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ തന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതെല്ലാം തന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള ആന്റിസൈക്കോട്ടിക് ഏജൻസ് ആണ്. So this second generation of antipsychotic is called atypical ആണ് because of its better ability to separate antipsychotic effect from extrapyramidal side effects. അപ്പം ആന്റിസൈക്കോട്ടിക് എഫക്റ്റും എക്സ്ട്രാ സൈഡ് എഫക്ട്സും തമ്മിൽ ഒരു വേർതിരിവ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു മെഡിസിൻസ് എടുക്കുമ്പം. ഒരു എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ആന്റിസൈക്കോട്ടിക്സ് ആണെന്ന് പറയാം. In addition to possessing at least equivalent efficacy to first generation antipsychotics in treating positive symptoms, the newer generation of agents appears to be provide great efficacy in the other domains, negative symptoms, cognition and mood. So ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സിംറ്റംസും അതോടൊപ്പം തന്നെ നെഗറ്റീവ് സിംറ്റംസും കോഗ്നേറ്റീവ് സിംറ്റംസും മൂഡ് സിംറ്റംസ് എല്ലാം കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സിൽ എന്താണ് പോസിറ്റീവ് സിംറ്റംസ് മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. It is essential that atypical agents be dosed in such a manner that they produce an antipsychotic effect in the absence of EPS without the need for any anti-cholinergic or other anti-Parkinson's medication, thereby preserving the broad efficacy and lower task of tardive dyskinesia associated with their use. അതുകൊണ്ട് തന്നെ ഇതൊരു എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ഏജന്റ് ആയതുകൊണ്ട് ടിപ്പിക്കൽ ആയിട്ടുള്ള ഏജന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് എക്സ്ട്രാ പെരിമിനൽ സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെ അതിന്റെ ഒരു ആബ്സെൻസ് ഇവിടെ വരികയും അപ്പം ഈ നമ്മൾക്കൊരു മെഡിസിൻ എടുക്കുന്നു, അതിനൊരു സൈഡ് എഫക്ട്സ് വരുവാണ്. ആ സൈഡ് എഫക്ട്സ് മാറ്റാൻ വേണ്ടി ഒരു പക്ഷെ നമ്മൾ വേറെ മെഡിസിൻസ് എടുക്കും. അപ്പൊ ഇവിടെ എന്താ EPS എക്സ്ട്രാ പെരിമിനൽ സൈഡ് എഫക്ട്സ് വരാത്തത് കൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ among the 5 atypical agents, clozapine has the best proven track record in this regard. 5 എണ്ണം നമ്മൾ മെൻഷൻ ചെയ്തു. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ ക്ലോസപ്പൈൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഓഫ് അക്യൂട്ട് സൈക്കോസിസും ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് സ്റ്റെബിലൈസേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ 2 ഫേസസ് സ്കീസോഫ്രീനിയയുടെ ട്രീറ്റ്മെന്റ് കീഴിൽ വരുന്നുണ്ട്. ആദ്യത്തെ അക്യൂട്ട് സൈക്കോസിസ്. അക്യൂട്ട് സൈക്കോട്ടിക് സിംറ്റംസ് റിക്വയർ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അപ്പം ഈ അക്യൂട്ട് ആയിട്ട് ഏർലി ഡേയ്സ് ഉണ്ടാകുന്ന ചില സൈക്കോട്ടിക് സിംറ്റംസിനൊക്കെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറ്റൻഷൻ വേണം. Then treatment during the acute phase focusing on alleviating the most severe psychotic symptoms. അപ്പം ഈ നമ്മൾ അക്യൂട്ട് ഫേസ് ഏർലി ആയിട്ട് വരുന്ന സ്കിസോഫ്രീനിയ സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ മോസ്റ്റ് സിവിയർ സൈക്കോട്ടിക് സിംറ്റംസിനൊക്കെ തന്നെ എലിവേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ദിസ് ഫേസ് യൂഷ്വലി ലാസ്റ്റ് ഫ്രം 4 to 8 weeks. 4 to 8 weeks എന്ന് പറയുമ്പോൾ 1 to 2 months ഇതിന്റെ ഒരു ഫേസ് ലാസ്റ്റ് ചെയ്യുന്നത്. Then acute schizophrenia is typically associated with a severe agitation which can result from such symptoms as frightening, delusions, hallucinations or suspiciousness or from other causes. അപ്പം ഈ അക്യൂട്ട് സ്കിസോഫ്രീനിയ ഒക്കെ തന്നെയും സിവിയർ ആയിട്ടുള്ള അജിറ്റേഷന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്രൈറ്റനിങ് മീൻസ് ഡെലൂഷനും ഹാലൂസിനേഷനും സസ്പീഷ്യസ്നെസ്സും ഒക്കെ തന്നെ ഒരു ഫ്രൈറ്റനിങ് പോലെ നമുക്ക് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, patients with akathisia can appear agitated when they experience a subjective feeling of motor restlessness. സോ അഗത്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, റെസ്റ്റ്ലെസ്നെസ് ആണ്. നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആണ്. അവർക്ക് അവിടെ ഇരിക്കാനോ
കുറെ നേരം ഇരുന്ന് സ്റ്റില്ലായിട്ട് നിൽക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടാകുന്ന അജിറ്റേഷൻസ് ഒക്കെ തന്നെയും എന്താണ് അക്യൂട്ട് സൈക്കോസിസ് സമയത്ത് ട്രീറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? പേഷ്യൻസ് വിത്ത് അഗതേസിയ ക്യാൻ അപ്പിയർ അജിറ്റേറ്റഡ് വെൻ ദേ എക്സ്പീരിയൻസ് സബ്ജക്റ്റീവ് ഫീലിംഗ് ഓഫ് മോട്ടോർ റെസ്റ്റ്ലെസ്നെസ്. അപ്പൊ അവർക്ക് തന്നെ ഒരു റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യുമ്പോൾ അജിറ്റേഷൻ, ഒരു ആൻസൈറ്റി ഫീൽ ഒക്കെ അവർക്കും ഉണ്ടാകുന്നു. ഡിഫറൻഷിയേറ്റ് അഗതേസിയ ഫ്രം സൈക്കോട്ടിക് agitations can be difficult, particularly when patients are incapable of describing their internal എക്സ്പീരിയൻസ്. അവരവരുടെ ഇന്റേണൽ എക്സ്പീരിയൻസ് ഒക്കെ, സ്കിസോഫ്രീനിയ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പിയിലൊക്കെ നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ബിഹേവിയർ തെറപ്പിയിലും ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ ആ സമയങ്ങളൊക്കെ തന്നെയും പിന്നെ ഈ സൈക്കോട്ടിക്സ് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ തന്നെയും അവർക്ക് ഈ ഒരു അഗതേസിയ വരുമ്പോൾ അവർക്ക് അവരുടെ ഇന്റേണൽ എക്സ്പീരിയൻസിനെ അവർക്ക് എന്താണ് പുറത്ത് പറയാൻ അവർക്ക് പറ്റാതെ വരുന്നു. കാരണം അവർ ആകെപ്പാടെ റെസ്റ്റ്ലെസ്നെസ് ഫീലിംഗ് ആണ്, ഭയങ്കര ആൻസൈറ്റി ആണ്. സോ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. Okay, if patients are receiving an agent associated with the extrapyramidal side effects, usually a first-generation antipsychotic, a trial with an anti-cholinergic, anti-Parkinson medication, okay, these medications may be helpful in making the discrimination. So, എന്ന് വെച്ചാൽ ഈ പേഷ്യൻസ് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അവരെന്താണ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സും അവർക്ക് എന്താ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പം ആ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻസിന്റെ ഒക്കെ തന്നെയും ഡിസ്ക്രിമിനേഷൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. With highly agitated patients, intramuscular administration of antipsychotic produces a more rapid effect. വളരെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള, വളരെ ആൻസൈറ്റി ഇങ്ങനെ നിൽക്കുന്ന പേഷ്യൻസ് ഒക്കെ തന്നെയും ഇൻട്രാമസ്കുലർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിസൈക്കോട്ടിക് പ്രൊഡ്യൂസസ് എ മോർ റാപ്പിഡ് എഫക്റ്റ്. അപ്പൊ ഇൻട്രാമസ്കുലർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വളരെ റാപ്പിഡ് ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. An advantage of an antipsychotic is that a single intramuscular injection of haloperidol, flufenazine, olanzapine, ceprasidone will often result in calming effect without excessive sedation. അപ്പം ഈ ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഒരു മെഡിസിൻസിന്റെ ഒക്കെ തന്നെയും ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഒരു കാമിങ് എഫക്റ്റ് ആണ് അവർക്ക് വരുന്നത്. വിത്തൗട്ട് എക്സസീവ് സെഡേഷന് പകരമായിട്ട് ഒരു കാമിങ് എഫക്റ്റ് ആണ് റിസൾട്ട് ചെയ്യുന്നത്. ഇത് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് സ്റ്റെബിലൈസേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഫേസ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഫേസിലാണ്, സ്റ്റേജിലുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി സ്റ്റെബിലൈസേഷൻ മെയിൻ്റെനൻസ് ഫേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. The goals during this phase are to prevent psychotic relapse and to assist patients in improving their level of functioning. അപ്പം ഈ ഒരു ഫേസിലെ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് കഴിഞ്ഞാൽ സൈക്കോട്ടിക് റിലാപ്സസ് ഉണ്ടാവുമല്ലോ, ആ റിലാപ്സസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കാര്യമായിട്ട് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിനെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ. നമ്മൾ ഓരോ മെഡിസിൻസ് കൊടുത്ത് അവർ ഒരു ഫങ്ഷൻ രീതിയിലായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം ആ രീതിക്ക് അവരെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. As newer medication have been introduced with a substantially reduced risk of tardive dyskinesia, one of the major concern about long-term treatment has been diminished. അപ്പം ഈ ന്യൂവർ ആയിട്ടുള്ള മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ആന്റിസൈക്കോട്ടിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എന്താണ് ഈ ടാർഡിവ് ഡിസ്കിനേസിയ എന്ന സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെയും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ട്രീറ്റ്മെന്റിന് ഇത് ഡിമിനിഷ് ആയിട്ട് വരുന്നുണ്ട്. ഒത്തിരി കുറെ നാളത്തേക്ക് ട്രീറ്റ്മെന്റ് വേണ്ടാത്ത രീതിയിൽ വരുന്നുണ്ട്. During this phase, patients are usually in a relative state of remission with only minimal psychotic symptoms. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ, ഈ ഒരു ഫേസിൽ തന്നെ ഒരു ചെറിയ സൈക്കോട്ടിക് സിംറ്റംസിലായിരിക്കും നിൽക്കുന്നത്. കഴിഞ്ഞാൽ ആദ്യം സിവിയർ ആയിരുന്നു, ഇപ്പൊ മെഡിക്കേഷൻസ് വഴി
അവരെന്താ അവരുടെ ആ ഒരു സിംറ്റംസ് ഒക്കെ തന്നെയും കുറഞ്ഞു വന്നു. പൂർണ്ണമായി കുറഞ്ഞിട്ടില്ല, എന്നാൽ കുറഞ്ഞു വന്നു. ആ ഒരു സ്റ്റേജിലായിരിക്കും അവർ നിൽക്കുന്നത്. സ്റ്റേബിൾ പേഷ്യൻസ് ഹു ആർ മെയിൻറ്റെയിൻഡ് ഓൺ ആൻ ആന്റിസൈക്കോട്ടിക് ഹാവ് എ മച്ച് ലോവർ റിലാപ്സ് റേറ്റ് ദാൻ പേഷ്യൻസ് ഹു ഹാവ് ദർ മെഡിക്കേഷൻ ഡിസ്കണ്ടിന്യൂ. അപ്പൊ നമുക്കറിയാം, ഒരു സ്റ്റേബിൾ ആയിട്ട് അവർ മെഡിസിൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് റിലാപ്സ് റേറ്റ് കുറവായിരിക്കും. അതേസമയം അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്, അവരെടുക്കുന്ന മെഡിക്കേഷൻസ് ഒക്കെ തന്നെയും ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എന്താണ് റിലാപ്സ് റേറ്റ് കൂടുകയും പിന്നെയും വേറെ മെഡിക്കേഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെന്റ് നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, non-compliance. Okay, non-compliance with the long-term antipsychotic treatments is very high. അപ്പം ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ മെഡിക്കേഷൻസിന് അനുസൃതമായിട്ട് തന്നെ എന്താണ് നമ്മൾ നോക്കും മെഡിക്കേഷൻസ് ആ ഒരു പേഷ്യൻസിന് അത്ര എഫക്റ്റീവ് ആണോ. അപ്പൊ എഫക്റ്റീവ് ആകുമ്പം ആ ഒരു സിംറ്റംസ് പേഷ്യൻസ് ഉണ്ടാവുന്ന പല സിംറ്റംസ് ഉണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ്, അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ നമ്മൾ നോക്കും. അപ്പൊ കംപ്ലൈൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ നമ്മൾ നോക്കും. പക്ഷെ നോൺ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനും ഇല്ല അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ട് തരുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ കംപ്ലൈൻസ് ഇൻക്രീസസ് വെൻ ലോങ് ആക്ടിങ് മെഡിക്കേഷൻസ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ഓറൽ മെഡിക്കേഷൻ. അപ്പൊ ഓറൽ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുളികയൊക്കെ കഴിക്കുന്നതാണ് ഓറൽ മെഡിക്കേഷൻസ്. കംപ്ലൈൻസ് കൂട്ടാൻ വേണ്ടി എന്ത് നല്ലതാണ്, ഇൻജക്റ്റിംഗ് രീതിയിലുള്ള മെഡിസിൻസ്. ഇപ്പം പല 5 അറ്റിപ്പിക്കൽ മെഡിസിൻസ് പറഞ്ഞായിരുന്നു. അപ്പം അതില് നമ്മൾ അത് ഇൻജക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഒരു ലോങ് ആക്ടിങ് മെഡിക്കേഷൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം കംപ്ലൈൻസ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു മെഡിസിനായിട്ട് അവർ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് അവർക്ക് കിട്ടും. When beginning long-acting drugs, some oral supplementation is necessary while peak plasma levels are being achieved. So, ഇത് ലോങ് ആക്ടിങ് ഡ്രഗ്സ് നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ ആദ്യം ഒരു ഓറൽ സപ്ലിമെന്റേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ പീക്ക് പ്ലാസ്മ ലെവൽസ് ഒക്കെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഈ പേഷ്യൻസിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ദെൻ ലോങ് ആക്ടിങ് ഇൻജെക്റ്റബിൾസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞു. അതിലെ 2 മെയിൻ ആയിട്ട് വരുന്ന മെഡിസിൻസ് ആണ് ഫ്ലൂഫെൻസൈനും ഹലോ പെരിഡോയിലും വരുന്നു. ഹാസ് ബീൻ ഫോർമുലേറ്റഡ് ആസ് എ ലോങ് ആക്ടിങ് ഇൻജെക്റ്റബിൾസ്. അപ്പോൾ പറയുന്നത് പറഞ്ഞാൽ എന്താ, ഓറൽ മെഡിക്കേഷനെക്കാളും ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ലോങ് റൺ അവിടെ നടക്കുന്നതായിരിക്കും. ലോങ് ആക്റ്റീവ് ഫോംസ് ഓഫ് റെസ്പിറഡോൺ, പാലിപ്പെറിഡോൺ, aripiprazole and olanzapine are also available. മെഡിക്കേഷൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ് നെയിം ചെയ്യാൻ. ഇതൊക്കെ തന്നെയും അവൈലബിൾ ആണ് എന്ത് ലോങ് ആക്ടിങ് ഫോംസിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാർമക്കോതെറപ്പി വരുന്നത്. മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പോസിറ്റീവ് സിംറ്റംസിനെയാണ് അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് നെഗറ്റീവ് മൂഡ്, കോഗ്നിറ്റീവ് സിംറ്റംസിനൊക്കെ തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു മെഡിക്കേഷൻ്റെ അവിടെ എന്താണ് ടാർഡിവ് ഡിസ്കിനേസിയ, എക്സ്ട്രാ പെരിമിഡൽ സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിലും എറ്റിപ്പിക്കൽ ആയിട്ടുള്ള 5 മെഡിക്കേഷനെ നെയിം ചെയ്തായിരുന്നു. അതിലെന്താണ് നമുക്ക് എല്ലാം തന്നെ സിംറ്റംസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. പിന്നെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. അപ്പം ഈ സൈഡ് എഫക്ട്സ് മൂലം ഉണ്ടാകുന്നതിനെ നമുക്ക് വേറെ മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് ഒരു ആവശ്യം എവിടെ വരുന്നില്ല, സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് വരുന്നില്ല. പിന്നെ 2 ഫേസസിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. ട്രീറ്റ്മെന്റ് ഓഫ് അക്യൂട്ട് സൈക്കോസിസും ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് സ്റ്റെബിലൈസേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഫേസ്. അങ്ങനെ 2 ഫേസസിനെ കുറിച്ചും പിന്നെ നോൺ കംപ്ലയൻസിനെ കുറിച്ചും പറഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് ബിഹേവിയർ തെറപ്പി. സോ ബിഹേവിയർ തെറപ്പിയിൽ മെയിൻ ആയിട്ട് വരുന്നത് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ആണ് വരുന്നത്. സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഇസ് സംടൈംസ് റിഫേർഡ് ടു ആസ് ബിഹേവിയർ സ്കിൽസ് തെറപ്പി. അപ്പം സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിനെ ബിഹേവിയർ സ്കിൽസ് തെറപ്പി ആയിട്ടും നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. In addition to psychotic symptoms, other noticeable symptoms involve the way the person relates to others, like a poor eye contact,
unusual ആയിട്ടുള്ള delays in response, poor facial expressions, lack of spontaneity in social situation, and inaccurate perception or lack of perception of emotions. അങ്ങനെ ചില എന്താണ് psychotic symptoms ആയിട്ടുള്ള ഈ അജിറ്റേഷന്, ഡിപ്രഷന്, ആൻസൈറ്റിനൊക്കെ മാറ്റി നിർത്തി മറ്റ് ചില സിംറ്റംസിനെയൊക്കെ തന്നെയും ഇതിനോടൊപ്പം തന്നെ വരുമായിരിക്കുമല്ലോ. അപ്പം അതിനെയൊക്കെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ സ്കിൽ തെറപ്പി വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ സോഷ്യൽ സ്കിൽ തെറപ്പി ലൈക്ക് ബിഹേവിയർ തെറപ്പി ഫാർമക്കോ തെറപ്പിയുടെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറപ്പിയാണ്. സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ programs can be described as all those treatment approaches that aim to address deficiencies in the elements, deficits in social cognition, social competence that result in unsuccessful and deteriorated social functions. So ആ നെയിമിൽ തന്നെ അറിയാം സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സ്കിസോഫ്രീനിക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ തന്നെ അവർ ഒരു ഒതുങ്ങി കൂടുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓരോ സ്കിസോഫ്രീനിയയുടെ ആ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചായിരിക്കും ആ രീതി വരുന്നത്. പൊതുവെ ഇങ്ങനെ സോഷ്യൽ സ്കില്ല് വരാതെ വരുമ്പം എന്താണ് നമ്മൾ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ എന്താണ് അവരുടെ സോഷ്യൽ കോഗ്നിഷനും അവരുടെ സോഷ്യൽ കോമ്പിറ്റൻസിനൊക്കെ ഉണ്ടാകുന്ന ഡെഫിസിറ്റ്സ് വരാറുണ്ട് ഈ ഒരു സ്കിസോഫ്രീനിയ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പം ആ ഒരു ഡെഫിസിറ്റ്സിനെ നമുക്ക് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആ ഡെഫിഷ്യൻസിനെ മാറ്റി നമുക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി സോഷ്യൽ സ്കിൽ ട്രെയിനിങ് വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ട്രെയിൻ ചെയ്യുന്നതോടെ എന്ത് സംഭവിക്കും, സോഷ്യൽ ഫങ്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിന്റെ മെയിൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ഇന്റർപേഴ്സണൽ ഡിസ്ഫങ്ഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഫെയിലിയർ ഓഫ് സോഷ്യൽ ബിഹേവിയർ. അപ്പം ഇന്റർ പേഴ്സണൽ ഡിസ്ഫങ്ഷൻ ഒക്കെ തന്നെ അവർക്ക് എന്താണ് മാറ്റി നിർത്തുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ ബിഹേവിയറിനൊക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കും. വിച്ച് ഹാസ് ബിൻ ലിങ്ക് ടു ദി ഇൻഡിവിജ്വൽ ഐസൊലേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്ട്രെസ്. അപ്പം ഈ സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാർ കുറച്ച് ഐസൊലേറ്റഡ് ആയിരിക്കും. ചില ഗ്രൂപ്പുകാർ ചിലർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഒരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സോഷ്യൽ ബിഹേവിയറിനെ കാര്യമായി തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. Behavior skills training addresses these behaviors through the use of videotapes of others and of the patient, role playing in therapy, and homework assignment for the specific skills being practiced. So behavior skill training ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചില ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കൊടുക്കണമല്ലോ. അപ്പം ഇവരുടെ ഓരോ പെരുമാറ്റങ്ങളൊക്കെ തന്നെ ബിഹേവിയർ ഒക്കെ തന്നെ വീഡിയോ ടേപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് പേഷ്യൻസ് അവരുടെ കൂടെ ഉള്ളവരുടെ പേഷ്യൻസിന്റെയും വീഡിയോ ടേപ്പ് ചെയ്യും. റോൾ പ്ലേയിങ് തെറാപ്പികൾ ചെയ്യും. പിന്നെ അവർക്ക് അസൈൻമെന്റ്സ് ഒക്കെ കൊടുക്കും. ഓരോ ടാസ്ക് ഇന്ന ചെയ്യണമെന്നൊക്കെ അവരോട് പറയുമ്പം അതൊക്കെയും ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഓരോ അസൈൻമെന്റ്സും അവർക്ക് കൊടുക്കുന്നതായിരിക്കും. Then social skills training have been shown to reduce relapse rates as measured by the need for hospitalization. അപ്പോൾ റിലാപ്സ് റേറ്റ് കുറയ്ക്കാൻ ഈ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഒത്തിരി സഹായിക്കുന്നുണ്ട്. നമ്മൾ മെഡിക്കേഷൻസ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഒരു പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് എന്നാ നോക്കാം, എന്താ മെഡിക്കേഷൻ ഇല്ലാതെ ആളെങ്ങനെയാണ് പോകുന്നതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പക്ഷെ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിന് നമ്മൾ ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ റിലാപ്സ് റേറ്റ് അത്രയും വരത്തില്ല. കാരണം നമ്മൾ കൊടുക്കുമ്പം ആ വ്യക്തി തന്നെ പ്രാക്ടീസ്ഡ് ആവും, കൂടുതൽ ട്രെയിൻഡ് ആകും. അപ്പം തന്നെ എന്താ റിലാപ്സ് റേറ്റ് കുറയുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ.